ശരിക്കും ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ക്രോമിൽ പോയിട്ടാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രോമിൽ പോയിട്ട് എങ്ങനെയാണ് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക എന്നാണ് കേട്ടോ. പലർക്കും അറിയുന്നില്ല. അപ്പോൾ എന്നോട് കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലെ ഓരോ സെറ്റിങ്സ് അല്ല ഓരോ കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് സെറ്റിങ്സ് ഉണ്ട്, ഞാനത് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ഇതിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. കണ്ടാൽ മാത്രം പോരാ, വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു 10-25 യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക കേട്ടോ, ഉപകാരപ്പെടുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ക്രോമിൽ YT സ്റ്റുഡിയോയിലാണ് ശരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. എങ്കിൽ മാത്രമേ കുറേ സെറ്റിങ്സും കാര്യങ്ങളും നമുക്കതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ സ്ക്രീൻ ഉണ്ടല്ലോ, എൻ്റെ സ്ക്രീൻ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കാർഡ്സ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാർഡ്സിൽ 5 വീഡിയോകൾ നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ എൻ്റെ സ്ക്രീനിൽ 4 വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോമിലൂടെ പോയിട്ട് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമല്ലോ സിമ്പിളായിട്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോയി ക്രോമിൽ പോയിട്ട് YTstudio.in ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിനകത്ത് കയറി ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും കേട്ടോ, ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ക്രോമിൽ പോയിട്ടാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ മൊബൈലിലൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ സ്ക്രീൻ ആയിരിക്കത്തില്ലേ. അപ്പോൾ എന്താ പറയുക, ക്രോമിലൂടെ പോയിട്ട് അതിൽ ചെയ്യുമ്പോൾ നമുക്ക് അധികം പെട്ടെന്ന് കാണാനൊരു ബുദ്ധിമുട്ടായിരിക്കും. മറ്റേ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വേഗം ഈസിയിൽ ചെയ്യും. പക്ഷേ ഈ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ചെയ്യുന്നവരോടാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നവർക്ക് ഏകദേശം ഒന്നും അറിയത്തില്ല, അങ്ങനെ പോകെ തന്നെ അറിയത്തുള്ളൂ. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇപ്പോഴൊക്കെയാണ് ഏകദേശം എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുതായിട്ടെങ്കിലും. അപ്പോൾ അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ കുറേ ഡൗട്ടും കാര്യങ്ങളും എങ്ങനെയാണ് ക്രോമിലൂടെ പോയിട്ട് YT സ്റ്റുഡിയോ അതിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റുമോ, പിന്നെ പേജ് എങ്ങനെയാണ് നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ ഈ ഒന്ന് വിശദമാക്കിയിട്ടൊന്ന് ക്രോമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് കരുതി. അപ്പോൾ ഒന്നുകൂടെ പറയണേ, എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മളെ പോയിന്റുകൾ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല, ചിലപ്പോൾ അവസാനമൊക്കെ ആയിരിക്കും പോയിന്റുകൾ വരുന്നത്. അപ്പോൾ അറിയാത്തവർ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ക്രോമിൽ പോയിട്ട് YTstudio.in അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നേരത്തെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കുക. ഞാൻ നേരത്തെ ഓപ്പൺ ആക്കി വെച്ചതുകൊണ്ട് എൻ്റെ ഓപ്പണായി വരും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അടിച്ചു കൊടുക്കുക, YTstudio.in അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്കും വരും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എല്ലാം അതിൽ കാണാൻ പറ്റും കേട്ടോ. ഡാഷ്ബോർഡാണ്, കണ്ടില്ലേ, നമ്മുടെ മെസ്സേജ് എന്ന കാര്യങ്ങളൊക്കെ എല്ലാ മെസ്സേജും ഒരുമിച്ച് കാണാൻ പറ്റും. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ അത് ഫ്രണ്ടിൽ വന്ന് കിടക്കും കേട്ടോ. ഏതാണോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തത് അത് ഫ്രണ്ടിൽ കിടക്കും. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണാൻ പറ്റും. പിന്നെ നമ്മളെ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതെന്നും കാണാൻ പറ്റും കേട്ടോ. നടുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒന്ന് സൂക്ഷിച്ച് നോക്കൂ കേട്ടോ. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാരണം പെട്ടെന്ന് ചെറിയ ഇതായിട്ടേ കാണാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ടിക്കും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും എനിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും സബ്സ്ക്രൈബേഴ്സ്. അതിൽ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എപ്പോൾ തൊട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അതെല്ലാം കാണാൻ പറ്റും. എന്താ പറയുക, 20 ദിവസത്തെ 10 ദിവസത്തെ 50 ദിവസത്തെ ടോട്ടൽ എല്ലാ ഡേയ്സിലും കാണാൻ പറ്റും. ഏതൊക്കെ ഡേറ്റിലാണ് സബ്സ്ക്രൈബ് ചെയ്തതെന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. എന്നോട് ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടനോ ആരോ. അപ്പോൾ അവർ സബ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർ ചെയ്തോന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നത്. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഇതിൽ കുറേ കണ്ടില്ലേ, ഓരോ ചിഹ്നങ്ങളുണ്ട്. വീഡിയോൻ്റെ ചിഹ്നമുണ്ട്, അതേപോലെ ഓരോന്നുണ്ട് കേട്ടോ. താഴേക്ക് വരികയാണെങ്കിൽ. അപ്പോൾ ഞാൻ ടിക്ക് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ, അതേപോലെ അടുത്തത് ഓരോന്നാണ്. എന്താ പറയുക, പ്ലേലിസ്റ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ അനലിറ്റിക്സ്, ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അനലിറ്റിക്സ് ആണ്. നമ്മുടെ ടോട്ടൽ അനലിറ്റിക്സും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും കേട്ടോ. അതിൽ നമുക്ക് എത്ര വാച്ച് അവറായി, എത്ര ഡോളറായി, ഡോളർ ഉണ്ടെങ്കിൽ ഡോളറായി, എത്ര സബ്സ്ക്രൈബേഴ്സ്. ഇത് കണ്ടില്ലേ, ഏറ്റവും സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഓരോന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ലൈവായിട്ട് അത് നമുക്ക് കാണാൻ പറ്റും. ചിലവർ കണ്ടിട്ടില്ലേ ലൈവായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് കേട്ടോ അത്. പിന്നെ എന്ന് പറയുന്നത്
നമുക്ക് അതൊക്കെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് കമൻറ്റ്സ് ഫുള്ളായിട്ട് ഇതിൽ കാണാൻ പറ്റും കേട്ടോ, ആരൊക്കെ അയച്ചെന്നാൽ. അല്ലാതെ ഓരോ വീഡിയോയിലും പോയിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഫുള്ളായിട്ട് കാണാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കണ്ടില്ലേ, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് കാണുന്നത്. അപ്പോൾ അത് ഇല്ലാത്ത കാരണം അത് ബ്ലാങ്കായി കിടക്കുകയാണ്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ എസ് ചിഹ്നത്തിൽ കാണുന്നില്ലേ, അതാണ് കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നിങ്ങളുടെ ചിലപ്പോൾ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല. സാധാരണ എന്താണ് വാച്ച് അവേഴ്സ് ആയിരിക്കും കാണിക്കുക. 4000 എത്ര വാച്ച് അവേഴ്സായി, 3000 എത്ര വാച്ച് അവേഴ്സായി, അതാണ് കാണിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മോണിറ്റൈസ്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എനിക്ക് ഷോപ്പിങ്ങിൻ്റെ ഒരു ഇതുണ്ട്, അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ അതങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് സെപ്പറേറ്റ് എത്രയായിരുന്നു അത് കാണിക്കും. പിന്നെ ലാസ്റ്റ് കസ്റ്റമൈസേഷനാണ് കേട്ടോ. ഇത് നമുക്ക് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ചാനലിൻ്റെ നെയിം, ഫോട്ടോ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, അതൊക്കെയാണ് കേട്ടോ. അത് പിന്നെ കണ്ടില്ലേ, നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ നമ്മൾ എഴുതി കൊടുക്കാം. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതെല്ലാം അതിൽ എഴുതി കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് എന്ന് പറയുന്നത് ലൈബ്രറിയാണ്. ഫ്രീ ആയിട്ട് മ്യൂസിക്കൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ലാസ്റ്റ് സെറ്റിങ്സ് ആണ്. ഇവിടെ കണ്ടില്ലേ ഒരു ചിഹ്നം റൗണ്ട്, അത് എന്ന് പറയുന്നത് സെറ്റിങ്സ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനലിൽ നിന്ന് കാണും. ചാനലിൽ കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ഇൻഫോ എന്ന് കാണും. അതിൽ ഇന്ത്യ, പിന്നെ നമ്മുടെ കീവേഡ്സ്, നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട കീവേഡ്സ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുക്കിംഗ് കൊടുത്തിട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ എഡ്യൂക്കേഷൻ, അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ, യൂട്യൂബ് ടിപ്സ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ ചാനലിൽ ഇടുന്ന വീഡിയോസുമായി ബന്ധപ്പെട്ട കീവേഡ്സുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്ന് പറയുന്നത് എന്താണ് അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, അതിൽ അലോ വ്യൂവേഴ്സ് ടു ക്ലിപ്പ് മൈ കണ്ടൻറ്റ് എന്നുള്ളത് ഓണാക്കി കൊടുക്കുക. പിന്നെ എന്ന് പറയുന്നത് ഫ്യൂച്ചർ എലിജിബിലിറ്റി ആണ് കേട്ടോ, അത് 3 എനേബിൾ ആക്കി ഇടുക കേട്ടോ. അപ്പോൾ അതിലത്രയേ ഉള്ളൂ കേട്ടോ ചാനൽ സെറ്റിങ്സിൽ. പിന്നെ എന്ന് പറയുന്നത് ഇനി ഞാൻ ബാക്കിലോട്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ശരിക്കും ഇതിലാണെന്ന് പറഞ്ഞു. ഏറ്റവും ടോപ്പിലായിട്ടൊരു ആരോ മാർക്കാണ്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗാലറിയിൽ പോയിട്ട് മേക്ക് ഇത് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഏതാ വേണ്ട വീഡിയോസ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് എന്താ കോപ്പി റൈറ്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കാർഡ്സും എൻ്റെ കാർഡൊക്കെ എൻ്റെ സ്ക്രീനൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത് എഡിറ്റ് ചെയ്യാൻ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ഞാൻ ചെയ്തതാണ് മുമ്പ്. അപ്പോൾ അതിൽ നമ്മളൊരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൽ ഡീറ്റെയിലും കാര്യങ്ങളും വരും. ഷോ മോറിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ കാണാൻ പറ്റും കേട്ടോ, കാണിച്ചു തരാം. അടിയിലായിട്ട് ഷോ മോറിൻ്റെ അടിയിലായിട്ട് കുറേ ടിക്ക് മാർക്ക് ഉണ്ടാകും. അതിൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു 2 ടിക്ക് ഒഴിവാക്കി കൊടുക്കുക. 3ാമത്തെ ടിക്ക് നമ്മൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ടിക്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. വായിച്ചെടുക്കാൻ സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ എന്താണ് ചാനലിൻ്റെ കീവേഡ്സ് അത് അടിച്ചു കൊടുക്കുക. അത് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞാൽ അലോ എംബഡിങ് അത് ഓഫ് ചെയ്ത് വിടുക കേട്ടോ. പിന്നെ അതിൻ്റെ താഴത്തെ ടിക്ക് മാർക്ക് ഓൺ ചെയ്ത് വിടുക, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് അത് ഓഫ് ആക്കരുത്. അലോ എംബഡിങ്ങിൻ്റെ താഴെയുള്ള ടിക്ക് ഓൺ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ലൈക്ക് കാണണമെങ്കിൽ ലൈക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ലൈക്ക് കൊടുക്കുക ഷോ ചെയ്യാതിരിക്കാം കേട്ടോ. പിന്നെ ബാക്കി മെസ്സേജൊക്കെ ഓൺ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഓൺ ചെയ്യും, അതൊക്കെ അറിയാലോ. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ സ്ക്രീൻ കാണും. അതിലേക്ക് നമുക്ക് 4 വീഡിയോസോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോ പ്ലേലിസ്റ്റോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ 4 വീഡിയോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കാണിക്കുകയാണ്. സേവ് ചെയ്യുന്നില്ല, അത് ഡിസ്കാർഡ് കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതങ്ങനെ. പിന്നെ അതിൻ്റെ താഴെ എന്ന് പറയുന്നത് കാർഡ്സാണ്. കാർഡ്സിൽ 5 നമുക്ക് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. വീഡിയോ ആണെങ്കിൽ പ്ലേലിസ്റ്റ് ആണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ മേലെയായിട്ട് കാണത്തില്ലേ ഓരോ വീഡിയോൻ്റെയും, അതാണ് കേട്ടോ കാർഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കും കേട്ടോ. നമ്മളിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്ലസ് ചിഹ്നത്തിൽ പോയി കഴിഞ്ഞാൽ 5 വീഡിയോസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാർഡ്സിൻ്റെ ഇതിലെന്ന് പറയുന്നത്. സേവ് ചെയ്യണം, അതാണ് മെയിനായിട്ട്. അപ്പോൾ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് സെർച്ചിങ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. പഴയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വിസിബിലിറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അൺലിസ്റ്റഡ് ആക്കി വയ്ക്കുക. കാരണം കോപ്പിറൈറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അൺലിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാമല്ലോ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ അൺലിസ്റ്റ് ആക്കി കൊടുക്കുക. പിന്നെ ഡേറ്റും കാര്യങ്ങളും അതിൻ്റെ താഴെ ഷെഡ്യൂളിൽ നിന്ന് കാണും വിസിബിലിറ്റിൻ്റെ ഏറ്റവും എൻഡിലായിട്ട്. അപ്പോൾ അത് ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഏത് ഡേറ്റിലാണ് കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് PM ആണോ AM ആണോ അത് കൊടുക്കുക. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂട്യൂബ് വീഡിയോ മാത്രം ചെയ്യുന്ന ഒരാളൊന്നുമല്ല. കുറേ പേര് ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും
മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.